ഭാഗത്തെ പണികളാണ്. ഇവിടെ കാര്യമായ രീതിയിൽ പണികൾ നടക്കുന്നുണ്ട്. ഏവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി പാലത്തിലാണ്. പാലത്തിന് സമീപമാണ്. തോട്ടപ്പള്ളിയിലെ ഒരു വൻ കാഴ്ചയാണ്. ഇവിടെ വരുന്ന പാലം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ വടക്കേ സൈഡാണ്, അതായത് ഹരിപ്പാടിൽ നിന്നും വരുമ്പോഴുള്ള വടക്കേ സൈഡിലെ കാഴ്ചകളാണ് ഇത്. ഇവിടൊക്കെ വേണ്ട മിഷനറികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തോട്ടപ്പള്ളിയിൽ നല്ല രീതിയിൽ ഉള്ള ഡെവലപ്മെന്റ് ഈ പാലം വന്നു കഴിയുമ്പം ഇതിവിടെ ഒരു വലിയ കാഴ്ചയായിരിക്കും. ഈ വെള്ളത്തിൽ ഇറക്കിയിടുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പേരൊന്നും നമുക്കൊന്നും അറിയത്തില്ല. എന്താണ് ഇങ്ങനെ ഇത് കടലിൽ ഈ വെള്ളത്തിൽ ഇറക്കിയിട്ട് പണി ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ അവിടെ ക്രെയിൻ കിടക്കുന്നു. അവിടെ കമ്പിയൊക്കെ എന്ത് കണ്ടു, ഇതിന്റെ കമ്പിയുടെ കനം കണ്ട എന്ത് ഇത്ര വലിയ സൈസാ. ഇതിന്റെ സൈസൊന്നും നമുക്കൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും അറിയാവുന്നവരൊക്കെ ഉണ്ടെ കമന്റ് ചെയ്യുക. അങ്ങനെ ഇവിടുത്തെ വെളിയിലത്തെ കാഴ്ചകളാണിത്. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. ഫില്ലിങ് ചെയ്ത് ഇറക്കുന്ന ഒരു വലിയ പൈപ്പും അതിന്റെ കമ്പിയൊക്കെ കെട്ടിയിട്ടേക്കാണ് ആ ഒരു റൗണ്ട് ഷേപ്പില്. ഇപ്പോഴും മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് നല്ല ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. തോട്ടപ്പള്ളി വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞൊരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടുത്തെ പാലം എന്ന് പറയുന്നത് കേരളത്തിലെ പാമ്പൻ പാലം എന്നൊക്കെ പറയാം. പാലത്തിലേക്ക് കയറുവാനുള്ള, പഴയ പാലത്തിലേക്ക് കയറുവാനുള്ള ഒരു ചെറിയ വഴിയാണ്. ഇവിടൊക്കെ പോച്ചയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. നിരവധി കുട്ടികളുമൊക്കെ ഇവിടെ കൂടെ യാത്ര ചെയ്യുന്നതാണ്. കാര്യം നമുക്ക് പാലത്തേക്കൂടെ പോകുന്ന വലിയ റിസ്ക്കാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ഒരു പാലമാണ്. ഇവിടെ ചീപ്പെന്ന് പറയും. അതായത് ഈ കാണുന്ന 10-18 ഈ ജലം കടലിലേക്ക് ഒഴുക്കി വിടുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. കുട്ടനാടിനെ സംരക്ഷിക്കുന്ന ഒരു ഇതാണ് ഈ ചീപ്പെന്ന് പറയുന്നത്. ശരിക്കും അവിടുത്തെ വെള്ളമൊക്കെ ഇല്ലെങ്കിൽ കെട്ടി അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് മഴ കൂടുന്നതനുസരിച്ച് ഈ ചീപ്പിന്റെ ഓരോ ഷട്ടറുകളും തുറക്കും. നല്ല ഒഴുക്കാണ്. അതുകൊണ്ട് തൂണുകളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് 10-12 തൂണുകൾ ഇതുപോലത്തെ ഉണ്ട്. അതിങ്ങനെ പണികൾ എങ്ങനെ പുരോഗമിച്ചുകൊണ്ട് ഭയങ്കരമായ ഒഴുക്കാണ്. മലവെള്ളമാണ് ഈ വരുന്നതല്ല. പക്ഷെ ഈ ഒഴുക്കിനെയൊക്കെ അതിജീവിച്ചാണ് ഇവിടെ ഈ കമ്പനി ഇവിടെ ഈ പാലം നിർമ്മിക്കുന്നത്. അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ മഴയാണേലും വെയിലാണേലും പാലത്തിന്റെ പണി. അതുകൊണ്ട് അവിടെയൊക്കെ അങ്ങോട്ടുള്ള ഒരു 2-3 എണ്ണത്തിന്റെ ഒരു ബേസ് ഏതാണ്ടൊരു 10 മീറ്ററും തീർന്നതിനും അതിന് മുകളിലോട്ടുള്ള പണികളാണ് ഇനിയിപ്പോൾ അവിടെ നടക്കുന്നത്. നമ്മളങ്ങ് കാണുന്ന ക്രെയിനൊക്കെ 2-3 ക്രെയിനൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഒരു മത്സ്യത്തൊഴിലാളിയാണ് കേട്ടോ. ഒരു അലൂമിനിയം പാത്രമൊക്കെ ചുമന്നോട്ട് പോന്നു. ഇപ്പൊ ഈ മീനിന് ഭയങ്കര ഇവിടെ ക്ഷാമമാണെന്ന് വേണം പറയാൻ. ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ കേരളത്തില് ഏത് റോഡിൽ പോയാലും ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക്കില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ ജംഗ്ഷനൊന്നും വേണ്ട, ജംഗ്ഷനിലൊന്നും പറയുകയും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. കണ്ടോ, ഫോണൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നെ കണ്ടുകൊണ്ട് ആ ഫോൺ താത്തു വെച്ചു. അതിൽ അത്രയൊരു കാര്യം ചെയ്തു, ഫോൺ എടുത്താ സുഹൃത്ത്. ആ പൈലിംഗ് ഒക്കെ ഒരു സൈഡിലെ തീർന്നപ്പോ അപ്പുറത്തെ 2 ലൈനാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ ഒരു സൈഡ് അപ്പുറത്തെ സൈഡിലെ പൈലിങ്ങിനൊക്കെയുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. വന്ന് രാത്രിയിലെങ്ങാണ്ട് ഇടിച്ചാന്ന് തോന്നുന്നു. ഈ പാലത്തിന്റെ കൈവരി തകർത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മുടെ നാട്ടിലെ കാര്യമല്ലേ, ഇനി റിപ്പയർ ചെയ്ത് വരുമ്പം കുറെ സമയം എടുക്കും. ഇത്രയുടെ അവര് പിന്നെ പോലീസ് ആണെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പോസ്റ്റൊക്കെ സ്ഥാപിച്ച്
കോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊരു കാര്യം നല്ലത്. ഇവിടെയും പരിപാടികളൊക്കെ ഇങ്ങനെ സെയിം പരിപാടിയാണ്. അപ്പുറത്തെ മാതിരി തന്നെ പൈലിംഗ് ആണ് ഇവിടെ. പുതിയ തൂണുകൾക്കുള്ള പൈലിങ്ങും തൂണുകളുടെ മുകളിലോട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആണ് ഇവിടെ നടക്കുന്നത്. ഉയരുന്ന കാഴ്ചകളാണ് ഇവിടെ തോട്ടപ്പള്ളിയിൽ. ചേട്ടൻ അവിടെ നിന്ന് വല വീശുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. തെക്കേ അറ്റത്ത് തെക്ക് ഭാഗത്തെ പണികളാണ്. ഇവിടെ കാര്യമായ രീതിയിൽ പണികൾ നടക്കുന്നുണ്ട്. ഇവിടെയും ഇത് വണ്ടി ഇടിച്ചതാണോ പൊളിച്ചതാണോന്നൊന്നും അറിയത്തില്ല. ഏതായാലും കൊള്ളുന്നുണ്ട്. ഇവിടത്തെയും കാഴ്ചകളുള്ളതാണ്. അപകടം ഇവിടെയൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ രാത്രികാലങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പണികൾ. കണ്ടോ, അവരിവിടെ ജനറേറ്ററൊക്കെ കൊണ്ടുവന്ന് സ്ഥാപിച്ചേക്കുവാണ്. എത്ര വെയിറ്റ് ആണ് അതിൽ. എനിക്ക് റൂമും ഉണ്ട്, ഒരു പവർ ഹൗസ് സെറ്റ് ചെയ്തേക്കാണ്. ഇതൊക്കെ തീർന്നു കഴിയുമ്പം ഒരു ഭയങ്കര സംഭവമായിരിക്കും. ഇവിടെ അഴീക്കലെ കൂട്ടൊക്കെ ഈ പാലത്തിലൊക്കെ നല്ല കളറൊക്കെ അടിച്ച് പെയിന്റൊക്കെ അടിച്ചിടുകയാണെങ്കിൽ തോട്ടപ്പള്ളി എന്തുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷെ ഇതിവിടെ നേരത്തെ ആണ്ട് ആ ബോട്ട് കിടക്കുന്ന അങ്ങേയറ്റം കിടക്കുന്ന ബോട്ട് കിടക്കുന്നിടത്ത് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറെ റൈഡറും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോയി. കടലൊക്കെ കയറി ഇവിടെ എല്ലാം നശിച്ചു പോയി. അന്നൊക്കെ ഇവിടെ വന്ന് ഫാമിലിക്കൊക്കെ വൈകിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡെവലപ്മെന്റ് കാര്യമായി ശ്രദ്ധിച്ചാൽ കേരളത്തിന് ഏറ്റവും സമ്പദ്ഘടനയിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലമാണിത്. ഇതിന്റെ സൗന്ദര്യം ഈ ക്യാമറകളോടെ പകർത്തുന്നത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. എന്നിട്ട് പോലും ആൾക്കാർ ഇവിടെ എത്രയോ പേര് ബീച്ചിലൊക്കെ വരുന്നു. ഞാനാണ് പാലത്തിൽ ആല് പിടിച്ചിരിക്കുന്നത്. എന്ത് കഷ്ടം. അതേക്ക് ആല് സംരക്ഷിക്കേണ്ട സാധനം. പക്ഷെ ഇതിപ്പോ പറിച്ചു പൂരം കളയൂര്. അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടിട്ടേക്കാണ്. തൂണുകൾ അങ്ങനെ ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് കയറി വരുന്നു. ഇതൊക്കെ വേണം നടന്നു പോകാൻ. അവരുടെ സൂപ്പർവൈസറൊക്കെ ആയിരുന്നു തോന്നുന്നു. നടന്നു വരുന്നുണ്ടോ. താൽക്കാലിക ഒരു പാലം ഇവിടെ വരെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് തെക്കൻ കേരളത്തില് ഏറ്റവും വലിയൊരു പാലം ഇതായിട്ട് മാറും. അതായത് വലിയൊരു അങ്ങോട്ട് തെക്കോട്ട് എനിക്ക് തോന്നുന്ന ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്, ഒരു 500 മീറ്റർ അപ്പുറത്തു നിന്നെങ്കിലും ഈ പാലം തുടങ്ങുന്നുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിങ് ഒരു മനുഷ്യൻ വന്ന് അത് കയറി അവിടെയൊക്കെ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നു. അതേ കൂടെ ഒക്കെ നടന്നു പോകുന്നു. ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ ഭയങ്കര ഒഴുക്കുള്ള സ്ഥലമാണ്. ഇന്നെന്തോ പണിക്കാരൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ക്രെയിനൊക്കെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നു. നൈറ്റിലും ഒക്കെ ഇവിടെ പണിയുണ്ട്. തോട്ടപ്പള്ളിയിലെ കുത്തൊഴുക്ക് ഫോഴ്സാണ് ആ വെള്ളത്തിന്. വല വീശാനുള്ള കാണാം. ഫോഴ്സിലാണ് വലയ്ക്കൊക്കെ കിട്ടും. ചില വലയ്ക്ക് കുറവാണ്. ചേട്ടൻ ഇങ്ങനെ വല പൊക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ വലിച്ചു നോക്കും. അപ്പം മീനിന്റെ ഇതുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവർക്ക്. എന്തൊക്കെ മീനാ കിട്ടുന്നേ? കണമ്പൊക്കെ കിട്ടും അല്ലേ? മീൻ കുറവല്ലേ? എല്ലാം ഈ ചാകര എന്ന് പറഞ്ഞിട്ട് മീൻ ഇവിടെ കുറവാ അല്ലേ? ഇവിടെ അല്ല, അത് തന്നെ. അല്ല, അപ്പുറത്ത് ഹാർബറിൽ മീൻ കുറവാ. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു. മീൻ കുറവാണ്. എല്ലാവർക്കും പ്രശ്നമാണെന്നാ പറയുന്നത്. ഇട്ടിട്ടൊന്നും കിട്ടിയില്ല. വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഇപ്പൊ ഇടും. നമുക്ക് അതുകൂടെ നോക്കാം. അപ്പുറത്തോട്ടല്ലേ ചേട്ടൻ പ്ലേസ് മാറ്റി.
എത്ര പേരുടെ ജീവിതമാർഗമാണ് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒത്തിരി ഈ ചെറുപ്പക്കാരൊക്കെ ദൂരെ നിന്നൊക്കെ വന്ന് ഈ ചൂണ്ടയായിട്ട് വരും. ചൂണ്ടയ്ക്ക് തന്നെ വലിയ വില കൊടുത്തുള്ള ചൂണ്ടകൾ ഇതൊക്കെ ഉണ്ടല്ലോ, വലിയ ചൂണ്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. വലയൊക്കെ ഇങ്ങനെ എടുത്ത് ഭയങ്കര ഫോഴ്സിൽ വേണം അത് എറിയാൻ. ആണ്ട വലിച്ചിടുന്നു. ഇതെന്ത് മീൻ ഇത്? വറ്റ. വറ്റ നല്ല ടേസ്റ്റുള്ള മീനല്ലേ? വറ്റയാണ്. 3-4 വറ്റ കിട്ടും. വീട്ടിൽ കൊണ്ടുപോയി വിൽക്കും അല്ലേ? ഇവിടെ വരുന്നവർ വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. നമ്മള് ഹരിപ്പാട് നിന്നും വരുമ്പോൾ, അതായത് തോട്ടപ്പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള കാഴ്ചയാണിത്. ഇത് പല്ലനായി തൃക്കുന്നപ്പുഴയിൽ നിന്ന് റോഡ്. ഇവിടെ തൂണുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ തെക്ക് ഭാഗത്തെ തോട്ടപ്പള്ളിയിലെ കാഴ്ചകൾ. തോട്ടപ്പള്ളിയിൽ നിന്ന് മുന്നോട്ട് വന്നു കഴിയുമ്പോഴുള്ള ഒരു ആറാണിത്. ഇത് ഇവിടെ നിന്നാണ് ഇതിന്റെ ഈ പാലത്തിന്റെ തുടക്കം. ഇതിന്റെ റീച്ച് അങ്ങേ അറ്റം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോടെ അങ്ങോട്ട് പോകും. അപ്പൊ ഏതാണ്ടൊരു 2 കിലോമീറ്ററിന് മേളിൽ ഈ പാലത്തിന്റെ ഉദ്ദേശം വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ചിലരൊക്കെ കമന്റ് ചെയ്യും 2.5 3 പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു അറിവ് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്, ഇതിലെ കാര്യങ്ങള്. ചിലരൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ പറയാറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ചെറിയ അറിവാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അറിവുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അങ്ങനെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു വ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.